IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തിനാണ് കമ്പനികൾ IPOക്ക് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് അറിയില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാനിപ്പം ഒരു കമ്പനി നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. എന്റെ കമ്പനി ഓരോ വർഷവും നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്നും കരുതാം. സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്റെ കമ്പനി ഇനിയും എക്സ്പാൻഡ് ചെയ്യണമെന്നും കൂടുതൽ ലാഭം ഉണ്ടാക്കണമെന്നും അല്ലേ നോക്കുക. ഇവിടെ തീർച്ചയായിട്ടും ഒരു പ്രശ്നമായി നിൽക്കുന്നത് ഫണ്ട് തന്നെയാണ്. അപ്പൊ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഒരുപാട് മാർഗങ്ങൾ ഉണ്ടല്ലേ. ബാങ്കിൽ നിന്നും കടമെടുക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെയൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുമല്ലേ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് പൈസയൊക്കെ കിട്ടും. പക്ഷെ നമ്മുടെ ബിസിനസ് വിചാരിച്ച രീതിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു കടബാധ്യതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയൊരു പാർട്ട്ണറെ ആഡ് ചെയ്യുമ്പോഴും ബിസിനസ്സുമായിട്ട് ഒത്തുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെയും നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എനിക്കുള്ള ഒരു ഓപ്ഷൻ ആണ് എന്റെ കമ്പനിയുടെ നിശ്ചിത പെർസെന്റേജ് ഓഫ് ഷെയർ പബ്ലിക്കിന് കൊടുക്കുകയും പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്യുക എന്നുള്ളത്.